അങ്ങനെ പുണ്ണി ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനി റെസ്റ്റ് എടുക്കണം. ആഹാരം കഴിച്ചെല്ലാം കഴിച്ച് തീർന്ന് പാല്, മുട്ട, അല്പം പുട്ട്, ഇത്രയും ആഹാരമാണ് അവൻ കഴിച്ചത്. അപ്പം പുട്ട് അങ്ങനെ അവന് ഇഷ്ടമില്ല. ഇന്നെന്തോ വിശന്നതുകൊണ്ട് കഴിച്ച് കെട്ടിലായിരിക്കുകയാണ് അപ്പുണ്ണി. ഇനിയാണ് അപ്പുണ്ണിയുടെ മേളം കാണുന്നത്. വണ്ടി എടുക്കുന്നതും അപ്പുണ്ണി തുടങ്ങും. അപ്പുണ്ണിക്ക് ഇഷ്ടമല്ല വണ്ടിയും കൊണ്ട് പോകുന്നത്. അല്പം കഴിയുമ്പോൾ കാണാം അവൻ്റെ പൊടിപൂരം കാണാം. നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. ഇരിക്കുകയാണ് അങ്ങനെ. ഇനി നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. വണ്ടി എടുക്കാനായിട്ട് പോകുന്നു. അതൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതിന് ഇഷ്ടമില്ല. ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് ആരും പോകുന്നത് ഇഷ്ടമില്ല. എല്ലാവരും അവൻ്റെ കൂടെ കാണണം. അങ്ങനത്തെ സ്വഭാവമാണ്. പിന്നെ വണ്ടി സ്റ്റാർട്ടായത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശപ്പ് മാറിയില്ലെന്ന് തോന്നുന്നു. വീണ്ടും ആഹാരം കഴിക്കാൻ വേണ്ടി ഫ്ലാറ്റ് നഷ്ടം. തരാടാ. നോക്കി നിൽക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ആയത് എണീറ്റ് നിൽക്കുകയാണ്. പിന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് വണ്ടി എടുത്തുകൊണ്ട് പോണത്. അങ്ങനെ ദേഷ്യം വരും. ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് പോണതുകൊണ്ട് അങ്ങനെ കഴിച്ചത് മതിയായില്ല. അതാണ് ഫ്ലാറ്റ് വീണ്ടും വീണ്ടും നഷ്ടം. ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കില്ല. അത് അവൻ്റെ മൂഡ് പോലെ ഇരിക്കും. ഇഷ്ടപ്പെടാതെയാണ് പറയുന്നത്. സങ്കടമാണ്. എന്നിട്ട് കറിയും ചെയ്യും കുറച്ചിട്ട് പിടിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെയാണ് സങ്കടം വരണടാ. വണ്ടി കൊണ്ട് പോയാ വണ്ടി കൊണ്ട് പോയത് കൊണ്ട് ദേഷ്യവും സങ്കടമൊക്കെ. എല്ലാ ദിവസവും അവൻ്റെ സ്വഭാവം ഇതാണ്. അഴിച്ചു വിട്ടിരുന്നാലും ഇങ്ങനെയാണ്, കെട്ടി അവന് ഈ വീട്ടിൽ നിന്ന് ആരും പോണതൊന്നും ഇഷ്ടമില്ല. വണ്ടിയും കൊണ്ട് പോണത് ഒട്ടും ഇഷ്ടമില്ല. എൻ്റെ സ്വഭാവം ഡെയിലിയുള്ള ദേഷ്യവും സങ്കടവും എല്ലാം അങ്ങോട്ട് തന്നെ വണ്ടി പോയ സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് എന്നൊക്കെ വാ തുറന്നെന്തോ പറയുകയാണ്. ഭയങ്കര സ്നേഹമുള്ളവനാണ് ഇവൻ. മനുഷ്യനെ കണ്ടാൽ കുരയ്ക്കില്ല. അതാണ് അവൻ്റെ വേറൊരു സ്വഭാവം. ആരെ കണ്ടാലും ഉടനെ തന്നെ കെട്ടി പിടിക്കും. ആര് വന്നാലും തളർന്ന് സങ്കടം കൊണ്ട് കിടക്കുകയാണ്. പുണ്ണി നീ മിണ്ടാതെ കിടക്കുന്നതാ, മിണ്ടാതെ കിടക്കുകയാണ്. പിണങ്ങിയാടാ. സങ്കടമായിപ്പോയാ? സങ്കടമായിപ്പോയാ? വരും, കുറച്ച് കഴിയുമ്പോൾ വരുവേ. ഉച്ചയ്ക്ക് വരുവേ. അപ്പോഴത്തേക്ക് ചോറ് തരും കേട്ടാ. സങ്കടപ്പെടണ്ടേ.
വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പം ഞാൻ അഴിച്ചു വിടാൻ തന്നെ. അപ്പോൾ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാമല്ല. ഇതാണ് നമ്മൾ ആ പുണ്ണിയുടെ സ്വഭാവം.